ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അസ്ലംസ് യൂണിവേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മെൻ്റലിസ്റ്റ് ആദീസ് ഇൻസോമാനിയ എന്ന പരിപാടിക്ക് പോവാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഒമാൻ കൺവെൻഷൻ സെൻറ്ററിലാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഒരു മെൻ്റലിസ്റ്റിൻ്റെ പരിപാടി നേരിട്ട് കാണുന്നത്. ടിക്കറ്റൊക്കെ എടുത്തിട്ട് വരുന്നത് സാധാരണ യൂട്യൂബിലാണ് കാണാറുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഫസ്റ്റത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ കുറേ പേര് സജഷൻ പറഞ്ഞു, പോയി കാണുക, നേരിട്ട് കാണുക, അത് വെർത്താണെന്നൊക്കെ പറഞ്ഞു. എന്താ സംഭവം എന്നറിയില്ല. ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടിയിട്ട് പോയിട്ടാണ് കാണുന്നത്. അപ്പോൾ 6 മണിക്ക് പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞു. ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല. 6:30 അത് ഒബ്വിയസ്ലി നോർമലായിട്ടും സാധാരണ അത്രയും പരിപാടി 6 മണിക്ക് പറഞ്ഞാൽ ചിലപ്പോൾ 6:30-7 മണിയൊക്കെ ആവും. എന്നിരുന്നാലും ടിക്കറ്റ് ആൾക്കാർ കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട്. ലെറ്റ്സ് സീ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെ കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പോയിട്ട് കാണാം. പ്രയാസേ, പരിപാടിക്ക് എക്സൈറ്റഡ് ആണോ? ആണോ? ഈ പരിപാടിക്ക് മുന്നേ അറിയാം? എനിക്ക് ആദ്യമായിട്ടാണോ? പിന്നെ മുന്നേ ഒരു മെന്റലിസ്റ്റ് അനന്തപുര പ്രോഗ്രാം ഞാൻ കോഴിക്കോട് പങ്കെടുത്തിരുന്നു. അടിപൊളി പ്രോഗ്രാമായിരുന്നു. ഓക്കെ. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഇന്ത്യ ഈ പോസ്റ്റർ കണ്ടത്. അപ്പോൾ അത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് വന്നതാണല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടറിയാം അല്ലേ? ഇൻഷാ അല്ലാ. യൂനസ് ബ്രോ, അപ്പോൾ എന്താണ് പരിപാടിനെ കുറിച്ച് പറയാൻ എക്സൈറ്റഡ് ആണോ? പിന്നെ വളരെ എക്സൈറ്റഡ് ആണ്. നമ്മുടെ തൃശ്ശൂർ പരിപാടി ഉണ്ടായിട്ട് കാണാൻ പറ്റിയില്ല. നമ്മുടെ ഫ്രണ്ട്സ് നല്ല എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ളത്. ശരി, കണ്ടു നോക്കി പോട്ടെ. ഓക്കെ. പരിപാടി 7 മണിക്ക് തുടങ്ങും. 6 മണിക്കെന്ന് പറഞ്ഞു. ഇപ്പോൾ 7 മണി. ഇനി ഉള്ളിൽ കയറുമ്പോൾ കുറച്ച് അതിൻ്റേതായ സമയം കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും. പിന്നെ അബു സലീമും ബോബി ചെമ്മണ്ണൂരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പോസ്റ്ററിൽ ബോബി ചെമ്മണ്ണൂരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വരികയായിരിക്കും. പിന്നെ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളൊന്ന് നിസ്കരിച്ചിട്ട് വന്നു. മഗ്‌രിബിൻ്റെ ടൈമായി. അപ്പോൾ ഒന്ന് നിസ്കരിച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ എന്തായാലും ഉള്ളിലേക്ക് കയറി വെക്കാൻ പോവാണ്. To experience this wonderful evening, let me welcome the wonderful person to the moment, mentalist Adi. Ladies and gentlemen, a big round of applause for him. ഒത്തിരി നാളായിട്ട് എനിക്ക് 6-7 വർഷമായിട്ട് ആദ്യമായിട്ട് പ്രോഗ്രാംസ് യൂട്യൂബിൽ ഫോളോ ചെയ്യുന്നതാണ്. പക്ഷെ ഇന്നാണ് ഈ തൃശ്ശൂർ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കാണാനൊരു അവസരം വരുന്നത്. കുറച്ച് സമയം കൂടി ഉണ്ട്. അതിനുള്ളിൽ ചെറിയൊരു കാര്യം ചെയ്യാം. എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് വിചാരിക്കും, ഒരു മലയാളം പാട്ട്. എന്നിട്ട് ഫ്രണ്ടിൽ കുറച്ച് പെൻസിലും പേപ്പേഴ്സ് ഒക്കെ കണ്ടോ? കുറച്ച് പേര് അവിടെ വന്നിട്ട് അതിനൊരു പേപ്പർ എടുത്തിട്ട് ആ പാട്ടിന്റെ ഫസ്റ്റ് ലൈൻ ഒന്ന് എഴുതണം. അച്ചടക്കത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും സ്വന്തം കൽപ്പറ്റക്കാരിലേക്ക് 45 വർഷങ്ങൾ മുൻപ് എത്രയും യാദൃശ്ചികമായി നടന്നു കയറിയ ഈ കൽപ്പറ്റക്കാരന് ഇന്ന് നമ്മുടെ വെള്ളിത്തിടയിൽ അടിപൊളി പ്രോഗ്രാമായിരുന്നു. അതിൽ ഒരുപാട് ആളുകൾക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അത് നല്ലൊരു നഷ്ടം തന്നെയാണ്. ഇതിന് മുന്നേ ഞാൻ ഓൾറെഡി ഒരു പ്രോഗ്രാം പങ്കെടുത്തിരുന്നു. അപ്പോൾ അത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ എൻ്റെ ഡ്യൂട്ടി ടൈം മാറ്റി വെച്ചിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തത്. വാസ് എ വെരി ഗ്രേറ്റ് എക്സ്പീരിയൻസ്. താങ്ക് യു. ഗൈസ്, ദി ഷോ ഈസ് ഓവർ. അടിപൊളി ഷോ ആയിരുന്നു. അടിപൊളി പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളി ഷോ ആയിരുന്നു. നമുക്ക് വളരെ പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി. നമുക്ക് എന്താ പറയുക, ഇനിയും വേണം, ഇനി 2-3 നമ്പേഴ്സ് ആദിച്ചേട്ടൻ്റെ കാണിക്കണം എന്നുള്ളൊരു ഒരു ത്വര ഉണ്ടാവില്ല, അത് വന്നു. അതിൻ്റെ ഇടയിൽ മ്യൂസീഷ്യൻസ് ഉണ്ടായിരുന്നു. മറ്റേ ചേട്ടൻ ഫ്ലൂട്ടിസ്റ്റ്, തന്നെ അങ്ങനെ തന്നെ പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ബാംഗ്ലൂരിൽ നിന്നൊരു ഡ്രമ്മിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഷിജു ചേട്ടൻ. ആളൊരു കൈ ഒടിഞ്ഞിട്ട് പോലും ആൾ അത്ര ഗംഭീരമായിട്ടാണ് ആ ഡ്രം പ്ലേ ചെയ്തത്. അതേപോലെ ഗിറ്റാറിസ്റ്റ്, പിയാനിസ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട്. അവരെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ എസ്പെഷ്യലി ആദ്യ ചേട്ടൻ്റെ ഷോ. ഞാൻ ഇതിന് മുന്നേ
വേറെ യൂട്യൂബ് വീഡിയോയിലോ മെൻ്റലിസത്തിനെ പറ്റിയിട്ട് അധികം വീഡിയോസോ അങ്ങനെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇത് ഫസ്റ്റ് ആൻഡ് ഫ്രഷ് ആണ്. നേരിട്ടാണ് ഒരു മെൻ്റലിസത്തിൻ്റെ പരിപാടി ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ അപ്പോൾ ടെസ്റ്റ് മോണി വരെ കൊടുത്തു. എനിക്കും സ്റ്റേജിൽ കയറിയിട്ട് ഒരു പെർഫോമൻസിൻ്റെ ഭാഗമാവണമെന്നുണ്ടായിരുന്നു. പക്ഷേ മറ്റേ സാധനം കറങ്ങിയാൽ അവിടത്തേക്ക് വരുന്നില്ല. സാധനം ഇറങ്ങും. അധികം ഷോ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ നിന്ന് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷോ എൻജോയ് ചെയ്തു. അത്യാവശ്യം എനിക്ക് പറ്റണതും ഒക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ നേരിട്ട് പോയി കാണണം. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനലുണ്ട് ആദ്യ ചേട്ടൻ്റെ മെൻ്റലിസം എങ്ങനെയാണെന്നുള്ള യൂട്യൂബ് ചാനൽ പോയി കാണാം. അല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഒരവസരം വരുമ്പോൾ നിങ്ങൾ നേരിട്ട് കാണണം. പിന്നെ ഈ ഇവൻ്റ് ഓർഗനൈസ് ചെയ്ത JBS ഒമാൻ, അവർക്കും നല്ലൊരു ഹാറ്റ്സ് ഓഫ് കൊടുക്കണം. അവർ അത്രയും ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. ഓരോ ഗിവ് അവേ വരെ കൊടുത്തു. നമുക്ക് ഗിവ് അവേ ആയിട്ട് വാച്ചും കണ്ണടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പിന്നീട് കാണിച്ചു തരുന്നതായിരിക്കും. അല്ലെങ്കിൽ പിന്നീട് കാണിച്ചു തരാം, ഈ ഷോർട്സ് ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അടുത്ത് ഇതേപോലെ ഒരു മെൻ്റലിസം ആദ്യ ചേട്ടൻ്റെ എന്തെങ്കിലും ഷോ നിങ്ങളിൽ തീർച്ചയായിട്ടും മിസ് ചെയ്യാണ്ട് നേരിട്ട് പോയി കാണണം. അത് എക്സ്പീരിയൻസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതുവരേക്കും ബൈ. അടുത്ത വീഡിയോ കാണാം.